എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഊണിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ രണ്ട് നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി കറികളുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ രണ്ട് കറികളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുമായിട്ടൊരു സ്റ്റീൽ ഫ്രൈ പാനാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റീൽ പാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് എൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിതിന് മുൻപൊരു കടായിയുടെ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ കൂപ്പൺ കോഡായിട്ടുള്ള ബിൻസി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പാക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ ഒരു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒന്നാണ്, ഒട്ടിയൊന്നും പിടിക്കില്ല. അപ്പോൾ ഈ പാത്രങ്ങളിൽ ഉണ്ടാക്കിയ റെസിപ്പികളാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു പാനാണ്. ഇത് ഇൻഡക്ഷൻ ബേസിലും വർക്കാവുന്ന നല്ലൊരു പാനാണ്. അപ്പോൾ ഇത് എനിക്ക് അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്ത് തന്നത് ലക്ഷ്മിയാണ്. അതുപോലെ കുക്കിംഗ് എൻ്റെ അമ്മയാണ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റീൽ പാനിലൊരു തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയൊരു തോരനാണ്, കോളിഫ്ലവർ തോരൻ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിൽ കടുക് പൊട്ടിക്കുക. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതോ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ സവാളയും അതുപോലെ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കോളിഫ്ലവർ സാധാരണ തോരൻ വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ച പെരിഞ്ജീരകം പൊടിച്ചതാണ്. നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ്. ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾ വെള്ളത്തിലും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കോളിഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. ഒരു 1/4 മുറി തേങ്ങ ചിരകിയതുണ്ടാവും. അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ചിക്കി തോത്തിയെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ കഴിഞ്ഞ തവണ അൺബോക്സ് ചെയ്ത സ്റ്റീൽ കടായിൽ ചെയ്ത ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടി കട്ടിയുള്ള പാത്രമാണ്. സ്റ്റെയിൻലെസ് കടായിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കടായി വാങ്ങിക്കാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൂപ്പൺ കോഡായിട്ടുള്ള ബിൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളിന്ന് കാണിക്കുന്നത് ഉണക്ക കൊഞ്ച്, അതായത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. കുറച്ച് സവാളയും പച്ചമുളകും കൂടി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഒരു വലിയ തക്കാളിയാണ്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി വഴണ്ട് വരുന്നതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് ഉണക്ക കൊഞ്ച് ചേർക്കാം. ഉണക്ക കൊഞ്ച് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് എടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണക്ക കൊഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്ക കൊഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഉണക്കക്കൊഞ്ച് എപ്പോഴും എടുക്കുമ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഉണക്കക്കൊഞ്ചൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി വാടി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അരപ്പ് കൂടെ ചേർത്തിട്ട് എൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ നമ്മൾ ഗ്രേവി ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്. കുറച്ച് കുറുകിയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഈ കറി ഉള്ളത്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങയൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് മുരിങ്ങയ്ക്ക നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയും തോരനുമാണ് നമ്മളിന്ന് കണ്ടത്.
അപ്പോൾ ഈ 2 പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും അൺബോക്സിങ് മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു റിവ്യൂ ആണ്. വളരെ നല്ലൊരു റിവ്യൂ ആണ്. നിങ്ങൾ സ്റ്റീൽ പാത്രം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ കയറി നമ്മുടെ റെഫറൻസ് ലിങ്ക് വെച്ചിട്ട് അതുപോലെ കൂപ്പൺ കോഡും കൊടുത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്